എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. അപ്പോൾ ആദ്യ കാലങ്ങളിൽ എൻ്റെ കൂട്ടുകാരന്മാർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ അമ്മമാരെ കളിയാക്കുമായിരുന്നു. എന്തിനാണ് ഈ കോപ്രായൊക്കെ കാണിച്ചിരുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഏത് കാലത്ത് വൈറലാവാനെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ റീൽസ് കണ്ട് നമ്മളും അഡിക്റ്റായി. എന്തുകൊണ്ട് നമുക്കും ഇതേപോലെയൊക്കെ ചെയ്തുകൂടാ? അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൂടാന്ന് ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ച സമയത്താണ് കൂലിപ്പണിക്ക് പോകുന്ന വീഡിയോസ് ഇടാം. അതാകുമ്പോഴത്തേനും നമ്മുടെ തൊഴിലാണല്ലോ. എൻ്റെ ഇടയിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്തിടാലോ എന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്തു. അതിന് വലിയ വ്യൂവോ കാര്യങ്ങളൊന്നും ഇല്ല, സപ്പോർട്ടും ഇല്ല. നമ്മളങ്ങനെ അത് ആ വഴി വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തു. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ലൈഫ് സ്റ്റോറി പറയാം. അങ്ങനെ നമ്മുടെ പേരിൻ്റെ കഥ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങി. അതും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. എന്താണ് സപ്പോർട്ടില്ലെങ്കിൽ നല്ല കളിയാക്കലുണ്ടായിരുന്നു കേട്ടോ ആ കാര്യത്തിൽ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്ത് നമുക്ക് മോട്ടിവേഷനും കൊടുക്കാൻ തുടങ്ങി. അതാകുമ്പോൾ നമുക്ക് വായി വരുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പം അങ്ങ് പറഞ്ഞു വിടുന്നു. നമ്മുടെ മോട്ടിവേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് പറയുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല, ഒരു കണ്ടൻറ്റ് ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. എന്താലേ